ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? അല്ല, അത് പോട്ടെ, ആ വീഡിയോ അവിടെ നിൽക്കട്ടെ. അങ്ങയുടെ അരയിൽ ഒരു കടാരയുണ്ടോ? അവിടുത്തെ SFIയുടെ ഏരിയ സെക്രട്ടറി അങ്ങയുടെ അരയിൽ ഒരു കടാരയുണ്ടോ? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് കടാരയുണ്ടെന്ന്? കടാര പോട്ടെ, പേനക്കത്തി അങ്ങയുടെ അരയിൽ പേനക്കത്തി ഉണ്ടോ? താങ്കളുടെ വാചകങ്ങൾ എന്റെ തൊണ്ടയിൽ താങ്കൾ തിരികെ വെക്കണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം? നിഖിൽ പൈലി ഇപ്പോഴും വാഴത്തോപ്പിലെ മണ്ഡലം പ്രസിഡന്റായി തുടരുന്നുവെങ്കിൽ ആ സംഘടനാ ശരീരത്തിൽ ചോരയുണ്ട്. അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ചോരയുണ്ട്. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, എന്റെ കയ്യിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. കാതോലിക്കറ്റ് കോളേജിൽ എനിക്കൊപ്പം പഠിച്ച KSUക്കാരന്റെ എന്റെ തന്നെ ചോര ഒരുപാട് തവണ പൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയരുത്. KP സജിത്ലാല് ബസ് കയറുന്നതിനിടയിൽ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചയാളല്ല. SFIക്കാരന്റെ DYFIക്കാരന്റെ CITUക്കാരന്റെ അതിക്രൂരമായ അവര് കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ? നിങ്ങളല്ലേ സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കൾ? അവര് കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ? കൊലക്കത്തി താഴെയിടാത്തവരല്ലേ? കെ സുധാകരൻ പറയുന്നില്ലേ താഴെയിട് കലാപക്കത്തി? അവരങ്ങനെയുള്ളവരാണ്. നിങ്ങളല്ലേ സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കൾ, തൂവള്ള ഖദർദാരികൾ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. താങ്കളുടെ പഴയകാല SFI നേതാവായിരുന്ന താങ്കളുടെ ആത്മരോഷമൊക്കെ എനിക്ക് മനസ്സിലാകും. ഇവിടെ ഒരാളും കൊല്ലപ്പെടുവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. താങ്കൾ ഇവിടെ ഇൻട്രോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾക്ക് എവിടെ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചത്? ഇപ്പൊ നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ പറ്റി താങ്കൾ പറഞ്ഞു. ട്രെയിൻഡ് അസാസിൻ, അദ്ദേഹം ഒരു ബോൺ ക്രിമിനൽ. അദ്ദേഹത്തിന്റെ നിഖിൽ പൈലിയുടെ പേരിലുള്ള മുൻകാലങ്ങളിലെ ഏത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? അത് പിന്നെ ട്രെയിൻഡ് ക്രിമിനൽ ആണെന്ന് തെളിയിക്കുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? പിന്നെ താങ്കൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ SFIയുടെ ഏരിയ സെക്രട്ടറി അങ്ങയുടെ അരയിൽ ഒരു കടാരയുണ്ടോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അങ്ങയുടെ അരയിൽ ഒരു കടാരയുണ്ടോ? ഒറ്റക്കുത്തിന് എവിടെ കുത്തിയാൽ കൊല്ലാം എന്ന് അങ്ങേക്ക് അറിയാമോ? ഒറ്റക്കുത്തിന് ഹൃദയത്തിന്റെ അറ തകർക്കാൻ അങ്ങേക്ക് അറിയാമോ? ഞാൻ അത്രക്കാരൻ ഒരു ട്രെയിൻഡ് ക്രിമിനൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒറ്റക്കുത്തിന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ട് എന്ന റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്? എന്നിട്ട് നമുക്ക് ചർച്ച തുടരാം. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ടെന്ന്? റിപ്പോർട്ട് ഉണ്ടോ? ശരി, ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? കടാര പോട്ടെ, പേനക്കത്തി അങ്ങയുടെ അരയിൽ പേനക്കത്തി ഉണ്ടോ? താങ്കൾ പറയൂ. പേനക്കത്തി ഉണ്ടോ? പേനക്കത്തിയല്ല, പേന കൊണ്ട് കുത്തിയെന്നാണോ പറയുന്നത് നിഖിൽ പൈലി? താങ്കൾക്ക് തോന്നുന്നു താങ്കൾ ഇന്നലകളിൽ SFIയുടെ കൊടി പിടിച്ചത് കൊണ്ടാണ് താങ്കൾക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അദ്ദേഹമാണോ കൊന്നത് അല്ലയോ എന്നുള്ള ഡിബേറ്റ് നമുക്ക് വരാം. അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുമായിട്ടാണ് പോയത്. താങ്കളുടെ ഇൻട്രോയാണ് അത്. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? നിഖിൽ പൈലിയുടെ കയ്യിൽ ഒരു മൊട്ടുസൂചിയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ല. താങ്കളുടെ ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ടോ? ഇന്ന് SP എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പ്രത്യേകമായ ഗൂഢാലോചനയൊന്നുമില്ല, പെട്ടെന്നുണ്ടായ സംഭവമാണ് എന്ന് SP പറയുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കടാര ഉണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കുത്തിക്കൊന്ന ഒരാളെയാണ് രാഹുൽ ന്യായീകരിക്കുന്നത്, ഓർക്കണം. എന്റെ കയ്യിൽ ചോദിച്ചല്ലോ. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഈ പടി സ്റ്റീഫൻ ചെയ്യില്ല. പിന്നെന്താണ് ചോദിക്കുന്നത്? ഉണ്ടോ എന്ന ചോദ്യം വരാ. താങ്കൾ അല്ല, ലോകം കണ്ട ആ ദൃശ്യം താങ്കളൊന്ന് പ്ലേ ചെയ്യൂ. നീ അറിഞ്ഞ ഞാൻ പിന്നെ ലോകം കണ്ട ഒരു ദൃശ്യത്തെ പറ്റി ഞാൻ പറയാം. താങ്കൾ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ. നിഖിൽ പൈലി വീട്ടിൽ നിന്ന് കത്തിയുമായിട്ട് വന്നിട്ട് കുത്തുന്ന ആ ദൃശ്യം താങ്കൾ ഒന്ന് പ്ലേ ചെയ്യും. ഇപ്പോൾ അവതരിപ്പിക്കുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണല്ലോ. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? ഞാൻ അയച്ചു തന്നാൽ പ്ലേ ചെയ്യാമോ? അല്ല, അത് പോട്ടെ, ആ വീഡിയോ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, താങ്കളുടെ വാചകങ്ങൾ എന്റെ തൊണ്ടയിൽ താങ്കൾ തിരികെ വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ അയച്ചു തരാം. ആ വീഡിയോ താങ്കൾ ഇപ്പോൾ മാതൃഭൂമി പ്ലേ ചെയ്യാൻ തയ്യാറുണ്ടോ? താങ്കൾ അയക്കൂ. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടാവും. ഇന്നലെ അതിന് ദൃക്സാക്ഷിയായിരുന്ന അല്ല അത് സ്വാഭാവികമായിരിക്കുമല്ലോ, സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമല്ലോ. ഈ വീഡിയോ പ്ലേ ചെയ്യാൻ, താങ്കളുടെ ചർച്ചയിൽ പ്ലേ ചെയ്യാൻ താങ്കൾക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരിക്കും.